ഹലോ മച്ചാന്മാരെ, ഇപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മീൻപിടുത്തത്തിൽ നമ്മുടെ കൂടെ സഹായിയായിട്ടുള്ള നമ്മുടെ സ്വന്തം അനിയൻ തന്നെയാണ്. അവൻ എന്നെ കാണാതെ ഓടി ഇവിടെ വന്ന് ചൂണ്ടിടാൻ നമ്മൾ അവനെ പൊക്കി. അവൻ്റെ ഇരിക്കുന്നത് സ്വന്തമായിട്ട് മേടിച്ച ചൂണ്ട ആണ്. കറങ്ങി നോക്കുന്നുണ്ട്. അവനുമായിട്ട് ഓരോ സ്പോട്ട് മാറി മാറി നോക്കുക. അപ്പോൾ അവനൊരു സ്പോട്ട് കാണിച്ചു തന്നു, ഒരു പൊന്തക്കാടിൻ്റെ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു അവിടെ നിന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ വേറെ അടുത്ത സ്പോട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവാണ് എന്നെ. അവൻ ആ ചുരുങ്ങിയ ടൈം കൊണ്ട് കുറച്ച് മീനെ പിടിക്കുകയും ചെയ്തു. ചെറിയ ഉപ്പിരിക്കാൻ മീനുകൾ. ഈ വീട് ഒത്തിരിയായി ഇങ്ങനെ കിടന്നിടുന്ന നാശമായിപ്പോയി. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ വന്ന് സാറ്റ് കളിക്കുകയൊക്കെയും ചെയ്തിരുന്ന ചെറിയൊരു സ്ഥലമായി. പോകുന്ന വഴിക്ക് കുറേ താറാൻകുട്ടകളുണ്ട്. ഒരെണ്ണത്തെ പിടിച്ചാലോ എന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഉടമസ്ഥ നിൽക്കുന്നതുകൊണ്ട് പിടിക്കാൻ നിന്നില്ല, അടി കിട്ടും. അവൻ്റെ നിന്ന് ചൂണ്ടയും മേടിച്ച് നമ്മൾ കളക്കളത്ത് ഇറങ്ങി. ഇത് വേറൊരു ചേട്ടൻ്റെ സ്ഥലമാണ്. ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നത്. കുറേ നേരമായിട്ട് ഒരു ചെറിയൊരു വരാലിനെ ലക്ഷ്യം വെച്ച് ചൂണ്ടയിട്ടിട്ട് എങ്ങും അവനെ കിട്ടുന്നില്ല. അവനാണ് അസാമാന്യ ബുദ്ധി. കുറേ നേരം ഞങ്ങളുടെ വരയും പാറ്റയും എല്ലാം പോയി. ഈ കാണുന്നതാണ് കൊച്ചുകുരിപ്പ്. അവനെ പിടിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധി. അങ്ങനെ ഞാൻ ഒടുവിൽ അവനെ ലക്ഷ്യമിട്ട് കയറിയത് വേറൊരു മീൻ, കല്ലടയെന്ന് പറയുന്നൊരു മീനെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ചൂണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാൾ ഒളിച്ചിരിക്കുന്നു. കൊണ്ടുപോയി കള്ളൻ. ഒരുത്തനെ കൊണ്ടുപോകാത്തതിൻ്റെ പിണക്കം പറയാം മറ്റവനോട്. അവനെ കൊണ്ടുപോകാനും പണിയാണ്. അവനെ ഞങ്ങൾ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ പോയത് ചൂണ്ടിടാൻ. കുറേ നേരം എന്തൊക്കെയാ പറഞ്ഞു, പിന്നെ അതങ്ങ് നിന്നു.